ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ പാപം ചെയ്യാത്തവരാരുമില്ല, ഒരുപാട് ചെയ്തവരാണ്, കണക്കുകളില്ലല്ലോ. എന്റെ 34 കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് എനിക്കൊരു കണക്കുമില്ല. ഇരിക്കുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് കണക്കില്ല. നീ മറന്നാലും അല്ല മറക്കൂല. ചെയ്തു പോയതൊക്കെ നമ്മളങ്ങ് മറന്നു പോകാം. പക്ഷേ ഇടത് ചുമലിൽ ഇരിക്കുന്ന മലക്കുകളെ മറക്കാതെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും വിട്ട് കളയാറില്ല, ഒരെണ്ണം പോലും പാഴാക്കാറില്ല. ആ മലക്കുകൾ ഉറങ്ങാറില്ല, അവർ റെസ്റ്റ് എടുക്കാറില്ല. പക്ഷേ എഴുതി വെച്ചത് മുഴുവനും നാളെ നിന്റെ കയ്യിലേക്ക് പടച്ചറപ്പെടുത്ത് തരുന്ന ഒരു ദിവസം വരാനുണ്ട്. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പടച്ചവനെ റഖീബും അതീദ് എന്ന് പറയുന്ന 2 മലക്കുകൾ നമ്മുടെ ചുമലിലുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അല്ലാഹു നിയോഗിച്ച 2 മലക്കുകളാണ്. പടച്ചവനെ ആ മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന കിതാബ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ ഭയാനകമായ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ പിടിച്ചു നിർത്തിയിട്ട് പടച്ചറപ്പ് വിളിച്ചു നിർത്തുമല്ലോ. എന്നിട്ട് നന്മതിന്മകൾ എഴുതിയ കിതാബങ്ങൾ എടുത്തിട്ട് പടച്ചവനെ ചിലരെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അടുത്തേക്ക് വിളിച്ചിട്ടവരുടെ വലത് കൈയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അല്ലാഹു വെറുത്ത നരകത്തിന്റെ അവകാശികളുണ്ടല്ലോ, അവരുടെ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കിയിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ചിട്ട് നന്മതിന്മ എഴുതിയ കിതാബ് കൊടുക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ആ കിതാബ് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നീ എത്ര കൊല്ലമാണോ ജീവിച്ചത്, പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നതിന്റെ 1 സെക്കൻഡ് മുൻപ് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അതാ പടച്ചവനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഒരെണ്ണം പോലും വിട്ടുപോകാതെ ഇങ്ങനെ മലക്കുകൾ എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അത് കാണുമ്പോ, അത് വായിച്ചു നോക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകൾ, അല്ലാഹുവിനോട് മനുഷ്യൻ ചോദിക്കുകയാ, മാലിഹാദൽ കിതാബ്, ഇതേത് കിതാബാ പടച്ചവന്, ഇതെന്ത് കിതാബാണ് പടച്ചവന്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമെല്ലാം ഇതിനകത്തുണ്ടല്ലോ. അല്ലാഹ് ബെഡ്റൂമിലിരുന്ന് ചെയ്തത്, ബാത്റൂമിനകത്തിരുന്ന് ചെയ്തത്, ആരും അറിയില്ലെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന് ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, എല്ലാം ഇതിനകത്ത് വിട്ടുപോകാതെ ഉണ്ടല്ലോ. അല്ലാഹ് ഇതേത് കിതാബാ അല്ലാഹ്? നമ്മൾ മറന്നാലും അല്ല മറക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാപങ്ങൾ മായിച്ചു കളയാൻ ദിക്റ് കൊണ്ട് നിന്റെ നാവിനെ നനയ്ക്ക്, ദിക്റ് കൊണ്ട് നിന്റെ നാവിനെ നനയ്ക്ക്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അങ്ങനെ ദിക്റ് കൊണ്ട് നിന്റെ നാവ് നനഞ്ഞിരിക്കുന്ന സമയത്ത് നീ മരണപ്പെടുന്നത്, അങ്ങനെ വേണം നീ മരിക്കേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ദിക്റ് പറഞ്ഞുകൊണ്ട് നിന്റെ നാവ് നനഞ്ഞിരിക്കുന്ന സമയം, അങ്ങനെയാണ് നീ അസ്റായിലിനെ കണ്ടുമുട്ടേണ്ടത്, അങ്ങനെയാണ് നീ മരിക്കേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകത്തിന്റെ നേതാവ് നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിക്റുകളുമായിട്ടുള്ള ബന്ധം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ദിക്റ് പറയുന്നത്? പലർക്കും സമയമില്ലല്ലോ, ദിക്റുമായിട്ട് നമുക്കൊരു ബന്ധമില്ലല്ലോ. ആരുടെ നാമാണ് ദിക്റ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ സ്മരണയിൽ നനയുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു അവിടെ നിന്ന് പറയുന്നു, ഫദ്കുറൂനി അദ്കുറുകും വസ്കുറൂലി വലാ തക്ഫുറൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്നെ നിങ്ങൾ ഓർക്കുക,
എന്നെ നിങ്ങൾ ഓർക്കുക, എന്നാൽ നിങ്ങളെ ഞാനും ഓർക്കും. അല്ലാഹു പറയുന്ന ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താ ഞാൻ നിന്നെ ഓർക്കും. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുക, നന്ദികേട് കാണിക്കരുതെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എപ്പോഴാണോ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നത്, അള്ളാഹു നമ്മളെ ഓർക്കുകയാണ്. എപ്പോഴാണോ നമ്മൾ അള്ളാഹനെ മറക്കുന്നത്, ആ സമയത്ത് പടച്ച റബ്ബ് നമ്മളെ കൈവിടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങളിൽ കൂടുതലായി ആരാണോ അല്ലാഹുവിനെ സ്മരിക്കുക, നിങ്ങൾ വിജയം വരിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഖുർആനിൽ പറഞ്ഞ ദിക്റുകൾ, അത് പറയുന്നതിന് വലിയ പ്രതിഫലമുണ്ടല്ലോ. ഖുർആനിന്റെ ആയത്തുകൾ ഓതുന്നതിന് പ്രതിഫലമുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുണ്ടല്ലോ. അതിന്റെ പ്രതിഫലം പറഞ്ഞു തരാതെ അറിയുമല്ലോ. ആ ഖുർആനിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ടല്ലോ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ല വാചകങ്ങളാണ് ഈ 4 വാചകങ്ങൾ, ഏറ്റവും നല്ല വാക്യങ്ങളാണ്. ഇത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ. 2 അൻ സമുറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹ്. മുത്തുനബി പഠിപ്പിക്കുകയാ, ഈ പറഞ്ഞ 4 ദിക്റുകളുടെ മഹത്വം അറിയണോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. 4 കലാം അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടതാ. ഈ 4 കലിമത്തുകൾ അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടതാണ്. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പ്രിയങ്കരമായ ആ 4 കലിമത്തുകൾ ഏതാണ് നബിയേ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ 4 വാചകങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സമ്രത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇമാം ബുഖാരി മുസ്ലിമിലൊക്കെ ഹദീസ് ഉണ്ട്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ പ്രവാചകൻ പറയുന്നു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ. 4 കലിമത്തുകൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 കലിമത്തുകൾ ഏതൊക്കെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 4 കലിമത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3ാമത്തെ മഹത്വം എന്താ? ഈ പറയുന്ന ദിക്റുകളുടെ 3ാമത്തെ മഹത്വം എന്താ? മഹാനായ പ്രവാചകൻ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم لأن أقوم سبحان الله والحمد لله ولا إله إلا الله والله أكبر أحب إلي مما طلعت عليه الشمس. 2-3ാമത്തെ പ്രതിഫലം കേട്ടോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ മുത്തുനബി ഇഷ്ടപ്പെട്ടിരുന്ന 4 വാചകങ്ങളാ. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറഞ്ഞ 4 വാചകങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഉദിക്കുവോളം അതിനേക്കാളും ഈ ദുനിയാവിൽ അതിനേക്കാളും വലുതൊന്നുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂര്യൻ ഉദിക്കുന്ന കാലത്തോളം മുത്തുനബി പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്ന കാലത്തോളം ഖിയാമത്ത് നാൾ വരെ എന്റെ പ്രിയപ്പെട്ടവരെ ഇതിനേക്കാളും വലുതൊന്നുമില്ല. അത്രയ്ക്കും മുത്തുനബി ഇഷ്ടപ്പെട്ടിരുന്ന ദിക്റുകളാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന 4 വാചകങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് അല്ലാഹു ഇഷ്ടപ്പെട്ട ദിക്റ്.
ഒന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ 4 വാചകങ്ങൾ, 2 അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ, 3 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ. 4ാമത്തെ മഹത്വം എന്തെന്നറിയുമോ? അനസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിശജറത്തിൻ യാബിസത്തിൽ വറഖി ഫളറബഹാ ബിഅസാ ഫതനാസറുൽ വറഖു ഫഖാല ഇന്ന അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലതുസാഖിതു മിൻ ദുനൂബിൽ അബ്ദി കമാ തസാഖത് വറഖു ഹാദിഹി ശജറ. 4ാമത്തെ മഹത്വം എന്തെന്നറിയുമോ? ഇത് പാപങ്ങളും മാച്ചു കളയുന്ന ദിക്റുകളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ പാപം ചെയ്യാത്തവരാരുമില്ല, ഒരുപാട് ചെയ്തവരാണ്, കണക്കുകളില്ലല്ലോ. എന്റെ 34 കൊല്ലത്തിന്റെ ഇടയിൽ ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് എനിക്കൊരു കണക്കുമില്ല. ഇരിക്കുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് കണക്കില്ല. നീ മറന്നാലും അല്ല മറക്കൂല. ചെയ്തു പോയതൊക്കെ നമ്മളങ്ങ് മറന്നു പോകാം. പക്ഷേ ഇടത് ചുമലിൽ ഇരിക്കുന്ന മലക്കുകളെ മറക്കാതെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും വിട്ട് കളയാറില്ല, ഒരെണ്ണം പോലും പാഴാക്കാറില്ല. ആ മലക്കുകൾ ഉറങ്ങാറില്ല, അവർ റെസ്റ്റ് എടുക്കാറില്ല. പക്ഷേ എഴുതി വെച്ചത് മുഴുവനും നാളെ നിന്റെ കയ്യിലേക്ക് പടച്ചടപ്പെടുത്ത് തരുന്ന ഒരു ദിവസം വരാനുണ്ട്. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പടച്ചവനെ റഖീബും അതീദ് എന്ന് പറയുന്ന 2 മലക്കുകൾ നമ്മുടെ ചുമലിലുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അല്ലാഹു നിയോഗിച്ച 2 മലക്കുകളാണ്. പടച്ചവനെ ആ മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന കിതാബ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ ഭയാനകമായ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ പിടിച്ചു നിർത്തിയിട്ട് പടച്ചറപ്പ് വിളിച്ചു നിർത്തുമല്ലോ. എന്നിട്ട് നന്മതിന്മകൾ എഴുതിയ കിതാബെടുത്തിട്ട് പടച്ചവനെ ചിലരെ അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അടുത്തേക്ക് വിളിച്ചിട്ടവരുടെ വലത് കൈയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അല്ലാഹു വെറുത്ത നരകത്തിന്റെ അവകാശികളുണ്ടല്ലോ, അവരുടെ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കിയിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ചിട്ട് നന്മതിന്മ എഴുതിയ കിതാബ് കൊടുക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ആ കിതാബ് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നീ എത്ര കൊല്ലമാണോ ജീവിച്ചത്, പ്രായപൂർത്തിയായത് മുതൽ മരിക്കുന്നതിന്റെ 1 സെക്കൻഡ് മുൻപ് വരെ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അതാ പടച്ചവനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഒരെണ്ണം പോലും വിട്ടുപോകാതെ ഇങ്ങനെ മലക്കുകൾ എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അത് കാണുമ്പോ, അത് വായിച്ചു നോക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകൾ, അല്ലാഹുവിനോട് മനുഷ്യൻ ചോദിക്കുകയാ, മാലിഹാദൽ കിതാബ്, ഇതേത് കിതാബാ പടച്ചവന്, ഇതെന്ത് കിതാബാണ് പടച്ചവന്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമെല്ലാം ഇതിനകത്തുണ്ടല്ലോ. അല്ലാഹ് ബെഡ്റൂമിലിരുന്ന് ചെയ്തത്, ബാത്റൂമിനകത്തിരുന്ന് ചെയ്തത്, ആരും അറിയില്ലെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന് ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, എല്ലാം ഇതിനകത്ത് വിട്ടുപോകാതെ ഉണ്ടല്ലോ. അല്ലാഹ്, ഇതേത് കിതാബാ അല്ലാഹ്? നമ്മൾ മറന്നാലും അല്ല മറക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാപങ്ങളും മായിച്ചു കളയാൻ, പാപങ്ങളും മായിച്ചു കളയാൻ ഉള്ള വഴി എന്തെന്നറിയുമോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണങ്ങിയ ഇലകളുള്ള ഒരു വൃക്ഷത്തിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. മുത്തുനബിയുടെ സ്വഹാബിയാണ് അനസ് തങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമാണ്. 10 വർഷക്കാലം മുത്തുനബിയുടെ ഖാദിമായി ജീവിച്ചിരുന്ന സ്വഹാബിയ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്,
അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും ഉണക്കയിലുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അതിലടിക്കുകയാണ്. റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഉണക്ക ഇലയുള്ള ഒരു മരത്തിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ പ്രവാചകൻ തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് അതിലൊന്നടിച്ചു. ഇലകൾ ഇങ്ങനെ ഉണക്കമരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയാ. അങ്ങനെ ഇലകൾ വീഴുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിശ്ചയം അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ 4 കലിമത്തുകൾ മരത്തിൽ തന്റെ കമ്പ് കൊണ്ടടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉണക്കമരത്തിൽ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് കണ്ടോ? എന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ഈ കലിമത്തുകൾ ഒരടിമയുടെ പാപങ്ങൾ കൊഴുപ്പിച്ച് കളയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഈ 4 കലിമത്തുകൾ ഏത് മനുഷ്യൻ പറയുന്നുണ്ടോ അവന്റെ പാപങ്ങൾ മുഴുവനും പൊടിപ്പിച്ച് കളയും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വൃക്ഷത്തിന്റെ ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മരത്തിലേക്ക് തന്റെ കയ്യിലിരുന്ന കമ്പ് കൊണ്ടടിച്ച് അതിനകത്തുള്ള ഇലകൾ മുഴുവനും പൊഴിഞ്ഞു വീഴുന്നത് കാണുമ്പോ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഈ പറയുന്ന 4 വാചകങ്ങൾ ആര് പറയുന്നുണ്ടോ ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ, ഈ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഈ 4 കലിമത്തുകൾ അവന്റെ പാവങ്ങൾ പൊറുപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് കാണാം, അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അലൽ അർളി അഹദുൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇല്ലാ കുഫിറതു അൻഹു ഖതായാഹു വലൗ കാനതു മിസ്ലു സബദിൽ ബഹരി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഭൂമിക്ക് മുകളിൽ ഒരാളുമില്ല, ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അതോടെ അയാളുടെ ചെറുപാപങ്ങൾ മായ്ക്കപ്പെടാതെ അത് സമുദ്രത്തിന്റെ നുരകളോലമുണ്ടെങ്കിലും അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ പറയുന്ന ദിക്റുണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ പറയുന്ന ദിക്ർ, ഈ പറയുന്ന മനുഷ്യന് ഈ ദുനിയാവിന്റെ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല. ഇത് പറയുന്ന മനുഷ്യന്റെ പാവങ്ങളുടെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ, അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു തിരമാല അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ അതിന്റെ പത കണ്ടിട്ടില്ലേ? ഈ പറയുന്ന ദിക്ർ, ഈ പറയുന്ന മനുഷ്യന് ഈ ദുനിയാവിന്റെ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല. ഇത് പറയുന്ന മനുഷ്യന്റെ പാവങ്ങളുടെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ, അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു തിരമാല അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ അതിന്റെ പത കണ്ടിട്ടില്ലേ? വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ പറയുന്ന ദിക്ർ, ഈ പറയുന്ന മനുഷ്യന് ഈ ദുനിയാവിന്റെ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല. ഇത് പറയുന്ന മനുഷ്യന്റെ പാവങ്ങളുടെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ, അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
വസല്ലം കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു തിരമാല അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ പത കണ്ടിട്ടില്ലേ? ഈ പറയുന്ന ദിക്ർ, ഈ പറയുന്ന മനുഷ്യന് ഈ ദുനിയാവിന്റെ ഈ ഭൂമിയുടെ മുകളിൽ ഒരാളുമില്ല. ഇത് പറയുന്ന മനുഷ്യന്റെ പാവങ്ങളുടെ കടലിന്റെ തുരകളോളം കടലിന്റെ തിരമാലകൾ അടിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്ന പതയും നൊരയും ഉണ്ടല്ലോ, അതുപോലെ പാപം ചെയ്തവനാണെങ്കിലും അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കടപ്പുറത്തൊക്കെ പോയി നിൽക്കുമ്പോ ഒരു തിരമാല അടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ പത കണ്ടിട്ടില്ലേ?